നമ്മൾ എരുമേലി ക്രിക്കറ്റ് ക്ലബിൻ്റെ കുറേ പഴയകാല കളിക്കാരാണ് ഇവിടെ ഇങ്ങനെ ഒത്തുചേർന്നിരിക്കുന്നത്. എരുമേലി ക്രിക്കറ്റ് ക്ലബിന് വലിയൊരു ചരിത്രമാണ്. എന്നെ എല്ലാവരും അത് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതപ്പെടുന്നൊരു സംഗതിയാണ്. 1977 എരുമേലിയിൽ ഈ ലെതർ ബോളിൽ തന്നെ ക്രിക്കറ്റ് ആരംഭിച്ചത്. അന്ന് ആദ്യകാലത്ത് കളിക്കാനുണ്ടായിരുന്നവരും അതിനുശേഷം ഏകദേശം 2000 വരെ ഈ ക്ലബ്ബ് നിലനിന്നു. എരുമേലി ക്രിക്കറ്റ് ക്ലബ്ബ് ECC എന്ന് പറയുന്നത് അന്ന് കോട്ടയം ജില്ലയിലും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റിലും അറിയപ്പെടുന്ന ഒരു ക്ലബ്ബായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് എരുമേലി ദേവസ്വം ബോർഡിൻ്റെ ആ മൈതാനത്തോടാണ്. അപ്പോൾ അന്ന് 1977 ഈ ക്ലബ്ബ് തുടങ്ങി വെച്ചവരും പിന്നെ അതിനുശേഷം കളിക്കാൻ വന്നവരുമൊക്കെ ഇതിനെ ഒന്നുകൂടെ ഒന്ന് കൂടിയിരിക്കണം എന്നുള്ള ആഗ്രഹം. അതിന് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത് 1980, 89, 90 കാലഘട്ടങ്ങളിൽ ECCയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിരുന്ന നൗഷാദ് ടിയാണ്. തടത്തേൽ അബ്ബാസനൻ്റെ മകനായ നൗഷാദാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്ന് എരുമേലി വ്യാപാര ഭവൻ്റെ ഹാളിലൊന്ന് ഒത്തുചേരുകയും അന്ന് 77 കളി ആരംഭിച്ച സാലിയണ്ണൻ മുഹമ്മദ് സാലി, അതുപോലെ റഹ്മത്ത് കാച്ചി, നമ്മുടെ എരുമേലി പള്ളി ഇമാമിൻ്റെ TS അബ്ദുൽ കരീം മൗലവിയുടെ മകനായ റഹ്മത്ത് കാച്ചി, പിന്നെ ജോർജി, അതേപോലെ അലക്സ് ചായൻ, പിന്നെ എരുമേലിയുടെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പറും ഓപ്പണിംഗ് ബാറ്റ്സ്മാനും അതുപോലെ കോട്ടയം ജില്ലയിലെയും സെൻറ് ഡോമിനിസ് കോളേജിൻ്റെ ഒക്കെ പ്ലെയറായിരുന്ന മോൻസി, എരുമേലി ക്രിക്കറ്റ് ക്ലബിൻ്റെ 90കളിലെ ക്യാപ്റ്റനായിരുന്ന കബീർ കിഴക്കേപ്പറമ്പിൽ, അതുപോലെ മനോജ്, ഈ ക്ലബിനെ ഇപ്പോൾ ഇതിനു വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്ത അന്ന് 80കളിലെ എരുമേലിയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിരുന്ന അൻസാരി പാടിക്കൽ, 90കളിലെ ക്ലബിന് വേണ്ടി കളിച്ചിരുന്ന മനോജ്, ഇങ്ങനെ കുറേയധികം ആൾക്കാർ, അതുപോലെ നിജില, ഇങ്ങനെ കുറേയധികം ആൾക്കാർ അവിടെ അന്ന് 10-15ഓളം പേര് അവിടെ കൂടിയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട സംഗതി എരുമേലിയിലെ അന്നും കേരള സ്റ്റേറ്റിലെ തന്നെ ഒരു സ്റ്റേറ്റ് പ്ലെയർ വരെ ആയിരുന്ന മികച്ച ലെഗ് സ്പിന്നർ എന്ന് ഞാൻ പറയുമ്പോൾ നല്ലൊരു ലെഗ് സ്പിന്നർ ആകുക എന്ന് പറയുന്നത് ചെറിയ ഗ്രൗണ്ടുകളിലൊക്കെ അതാകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അങ്ങനെയുള്ള VJCയിലെ ബാലു, അങ്ങനെ ഏകദേശം 16ഓളം പേര് അവിടെ ഒത്തുചേർന്നു. അതിനൊരു കൺസോർഷ്യം നമ്മളവിടെ ഫോം ചെയ്യുകയും ചെയ്തു. നൗഷാദ് പ്രസിഡൻറ്റും കിഷോർ ഗോപി സെക്രട്ടറിയും സാലിയണ്ണൻ ട്രഷററും അതുപോലെ ടെക്നിക്കൽ ബോർഡിൻ്റെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തോടുകൂടി സുനിൽ ജാഫറും, അങ്ങനെ നല്ലൊരു കൂട്ടായ്മ അവിടെ രൂപപ്പെടുത്തുക. അന്ന് അതിൻ്റെ ഒരു തീരുമാനമായിരുന്നു, നമുക്കിവിടെ പറ്റുമെങ്കിൽ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ഒരു ക്രിക്കറ്റ് അക്കാഡമി ആരംഭിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ കളിക്കുന്നവരെല്ലാം തന്നെ ഏകദേശം 45+ പ്രായമുള്ളവരാണ്, നിജിലൊഴികെ. അപ്പോൾ ഈ ഇനിഷ്യേറ്റീവ് ഞങ്ങൾ എടുക്കുന്നത് പോലും ഇവിടെ ഒരു ഗ്രൗണ്ട് ഡെവലപ്പ് ചെയ്യുക, അതിന് വേണ്ടി അമ്യൂണിറ്റീസ് ഉണ്ടാക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, അങ്ങനെ ഒരു പഴയ ഒരു പ്രതാപത്തിലേക്ക് ക്രിക്കറ്റിനെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചാണ്. ഭാവിയിൽ ഒരു കേരളത്തിൽ കളിക്കുന്ന ഒരു ആളെയെങ്കിലും ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. നമ്മളൊക്കെ 90കളിലൊക്കെ 2000-ലൊക്കെ നല്ല ടാലൻ്റുള്ള ആൾക്കാർ എരുമേലിയിൽ ഉണ്ടായിരുന്നു. അതെടുത്തു പറയേണ്ടത് ഒരു ഡാരിഷ് ഉണ്ടായിരുന്നു, ഒരു ലിബിൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കനകപ്പുറത്ത് എന്ന് പറയുന്ന ഒരു മുഹമ്മദ് സാലി ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഒരുപാട് പ്രതീക്ഷ നൽകിയ താരങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ. എരുമേലിയിൽ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സൗകര്യം നമുക്ക് നഷ്ടപ്പെട്ടു. ദേവസ്വം ബോർഡിൻ്റെ ആ ഗ്രൗണ്ട് നഷ്ടപ്പെടുന്നതോടുകൂടി തന്നെ ക്ലബ്ബ് അവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. ഞങ്ങളിവിടെ 1-2 ഗ്രൗണ്ടുകൾ കണ്ടിട്ടുണ്ട്. അതിനെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അതിന് സ്പോൺസേഴ്സിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു 2-3 മാസത്തിനുള്ളിൽ ഈ ഒരു സംവിധാനത്തെ ഒരുക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ ഈ പ്രായമായവർ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇപ്പോഴും കണ്ണാടി വെച്ചിട്ടാണെങ്കിലും ഇതിൻ്റെ കഴിവുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് മോഹൻ ശ്രീവാമാക്ക് ഇവിടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതിന് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നൗഷാദ് എന്നോടൊപ്പമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൗഷാദ് 2 വാക്ക് സംസാരിക്കും. അപ്പോൾ നമ്മുടെ പ്രിയ സുഹൃത്ത് സുനിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു മുന്നോടിയായിട്ട് നമുക്ക് എരുമേലി സ്റ്റേഡിയത്തിനെ കുറിച്ച് പറഞ്ഞു. ആ സ്റ്റേഡിയം നമുക്ക് അങ്ങനെ ഒരുക്കി തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിരുപ്രയത്നം ചന്ദ്രശേഖരൻ സിള്ള സാറിൻ്റെ ആ ഒരു മനസ്സായിരുന്നു. ആ മനസ്സിനെ നമ്മളെപ്പോഴും നമ്മുടെ ഏത് ഒരു കാലഘട്ടത്തും ഈ ഒരു എരുമേലിയുടെ സ്പോർട്സിനെ സംബന്ധിച്ചോളം എപ്പോഴും അനുസ്മരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് പിന്നെ വന്നിട്ടുള്ള നമ്മുടെ എരുമേലി ECC എന്ന ഈ ക്ലബിൻ്റെ ഒരു വലിയ കാലഘട്ടത്തിന് ശേഷമുള്ള ഒരുമിച്ച് കൂടലിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഞങ്ങൾ ഈ ഒരു ക്രിക്കറ്റ് പ്രാക്ടീസിനൊക്കെ ആയിട്ട് ഇവിടെ ഇന്ന് ഒത്തുകൂടിയിരിക്കും. ഇതിന് മുന്നോടിയായിട്ട് നടന്ന ഒരു മീറ്റപ്പിൽ നമ്മൾക്ക് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുകയും
അതിന് രക്ഷാധികാരിയായി നമ്മുടെ ഡാനി അലക്സും അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള ആൾക്കാരുടെ പേരൊക്കെ നമ്മുടെ സുനിലൂടെ പറഞ്ഞു. അപ്പം അതിനുശേഷം അന്ന് ഒരു 16 അംഗ കമ്മിറ്റി കൂടുകയും അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു പിച്ച് റെഡിയാക്കി നമ്മുടെ പഴയ കളിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഞങ്ങൾ രാവിലെ കളിക്കാൻ വന്നപ്പോൾ നമ്മുടെ ഇവിടെ ന്യൂസ് മീഡിയ ഇവിടെ എത്തുകയും ഞങ്ങളെ ഈ ഒരു അഭിമുഖമൊക്കെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംരംഭത്തിന് നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പറായി അന്ന് കുറച്ച് 16 പേര് ഇവിടെ ചേർന്നതിൽ നമ്മുടെ തറത്തിപ്പറമ്പിൽ റിയാസ് കാഞ്ഞിരപ്പള്ളി, മുഹമ്മദ് സാലി വലിയ വീട്ടിൽ റാന്നിന്ന്, അതുപോലെ മറ്റ് ദൂരതലങ്ങളിൽ നിന്നൊക്കെ പലരും വന്നിരുന്നു. അപ്പോൾ ഇവരെ എല്ലാവരും ഇതിനൊക്കെ ഒരു പ്രതീക്ഷകളുടെ അപ്പുറത്ത് നമ്മുടെ അടുത്ത തലമുറകൾക്ക് വേണ്ടിയുള്ള ഒരു ഉത്തേജനം കൊടുക്കുന്നതിനും കൂടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായി നമ്മൾ ഈ എരുമേലി ECCയെ വീണ്ടും പുനർക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ നാട്ടിലെ ഈ എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ടും സഹായവും സഹകരണവും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും.